നമസ്കാരം. ഗവർണർ സർക്കാരിന് വഴങ്ങാതിരുന്നാൽ ഗവർണറുടെ പ്രവർത്തനത്തെ അട്ടിമറിക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ധനമന്ത്രി ഇതിനാവശ്യമായ നീക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിയുകയും ചെയ്തു. വി ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിമാർ ഗവർണറെ നിരന്തരം വിമർശിക്കുന്നതും ഈ നീക്കത്തിന്റെ ഭാഗമാണ്. വി ശിവൻകുട്ടിക്ക് കീഴിലുള്ള വകുപ്പാണ് ഒഡേപെക്. അതുകൊണ്ടാണ് ഗവർണർ ശിവൻകുട്ടിക്ക് മറുപടി നൽകാത്തത്. തന്റെ യാത്രകൾ സർക്കാർ മുടക്കുമെന്ന് ഗവർണർക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് ചില ഫയലുകളിൽ ഗവർണർ ഇപ്പോഴും ഉടക്കുവെക്കുന്നത്. വിവരാവകാശ കമ്മീഷണർമാരുടെ ഫയൽ ഗവർണർ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് സർക്കാരിന് തിരിച്ചയച്ചത്. എന്നാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഫയൽ ഒപ്പിട്ടു. ഒരു കൈകൊണ്ട് തല്ലുമ്പോൾ മറു കൈകൊണ്ട് തലോടുന്ന നയമാണ് ഗവർണർ ചെയ്യുന്നത്. പിണറായിയെ ഇനി വെറുതെ തല്ലാമെന്ന പ്രതീക്ഷ ഗവർണർക്കില്ല. പിണറായിയുടെ BJP സ്വാധീനത്തെക്കുറിച്ച് ഗവർണർക്ക് വ്യക്തമായ വിവരമുണ്ട്. അതിനാൽ സൂക്ഷിച്ചാണ് ഗവർണർ നീങ്ങുന്നത്. ഗവർണർക്ക് സ്വന്തം തടി സംരക്ഷിക്കണം. സംഘർഷം ഗവർണർക്കൊരു ഹോബിയാണെന്നും ഇതുപോലുള്ള അവിവേകികളെ കേരളം മുൻപും കണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് SFIക്ക് ആവേശം പകർന്നത്. അവർക്ക് അത്തരം നടപടികൾ തുടരാൻ കഴിഞ്ഞോ എന്ന് ചരിത്രം എടുത്ത് പരിശോധിക്കണം. നാട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ ഗവർണറെ ഉപയോഗിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സെനറ്റിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്തു. ഇതോടെ ചാൻസലറെ കോളേജുകളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥികളും ആഹ്വാനം ചെയ്തു. ഗവർണറാണ് ചാൻസലർ പദവി വഹിക്കുന്നത് എന്നതിനാൽ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. സ്വാഭാവികമായും സംഘർഷാന്തരീക്ഷം ഉണ്ടാവും. ഗവർണർ നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ചാൻസലർ സ്ഥാനം സംഘപരിവാർ കൊടുത്തതല്ല, കേരള നിയമസഭ കൊടുത്തതാണ്. ആ പദവി വഹിക്കുന്നയാൾ അതിന്റെ മാന്യതയും അന്തസ്സത്തെയും സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടയാളാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഗവർണർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിരിക്കുകയാണെന്ന് സുവ്യക്തമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുകയാണെന്ന ആരോപണത്തിൽ എത്ര സത്യമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ആരോപണം ഉന്നയിക്കുന്നവർ കാണിച്ചില്ല. SFI നടത്തിയ പഠിപ്പ് മുടക്കിൽ സംഘർഷ സാധ്യതയുണ്ടായി. രാജ്ഭവന് ഉള്ളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു കയറാൻ ശ്രമിച്ചു. CISF കനത്ത ജാഗ്രത കാണിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തത്. രാജ്ഭവന്റെ സുരക്ഷ കേന്ദ്ര സേനയ്ക്കാണ്. അവർ കേരള പോലീസ് SFIക്കാരോട് കാണിക്കുന്ന ജാഗ്രത കാണിക്കണമെന്നില്ല. എന്നാൽ സർക്കാർ ഇതൊന്നും ഗൗരവമായി എടുത്തില്ല. ഇതിനു പിന്നാലെയാണ് ഗവർണർക്ക് നേരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം നടത്തിയത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇനി എന്തും കാണിക്കാൻ ലൈസൻസ് കിട്ടിയെന്ന് ചുരുക്കം. മറ്റൊരു സംസ്ഥാനത്തും ഗവർണർക്ക് നേരെ ഇത്രയും രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടില്ല. ഗവർണറെ തടയുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇടപെടും. അതിക്രമം നോക്കി നിന്നാൽ പോലീസിന്റെ പണി തെറിക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവർണർ അതിന് മറുപടി പറയേണ്ടി വരുമെന്നാണ് സർക്കാർ പറയുന്നത്. ഗവർണറെ പ്രകോപിപ്പിച്ച് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുകയാണ് ലക്ഷ്യം. അതായത് ഗവർണറെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലെന്ന് ചുരുക്കം. പണ്ട് കൂത്തുപറമ്പിൽ CPM ചെയ്തതും ഇത് തന്നെയാണ്. അന്ന് മന്ത്രിയായിരുന്ന MV രാഘവനെ വകവരുത്തുകയായിരുന്നു ലക്ഷ്യം. തുടർന്ന് പോലീസ് വെടിവെച്ച CPM പ്രവർത്തകൻ മരിച്ചു. ഇതേ പദ്ധതി തന്നെയാണോ ഗവർണർക്ക് നേരെയും പ്രയോഗിക്കാൻ പോകുന്നുവെന്ന സംശയം രാജ്ഭവനുണ്ട്. സംഘർഷം ഉണ്ടായാൽ വിവാദങ്ങൾ വഴിമാറുമെന്ന് സർക്കാരിനറിയാം. സർക്കാരിന്റെ ഇമേജ് മോശമായി മാറിയിരിക്കുകയാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഴിതിരിച്ചു വിടുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചതോടെ മാറിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ 65 വർഷത്തെ ചരിത്രമാണ്. ഐക്യ കേരളം പിറവി കൊണ്ടത് മുതൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി ഗവർണർക്കാണ്. 1957 കേരള സർവകലാശാല നിയമത്തിലൂടെയാണ് സർവകലാശാലകളുടെ പരമോന്നത പദവിയിൽ ഗവർണർ വന്നത്. 1937 രാജഭരണകാലത്ത് രൂപം നൽകിയ തിരുവിതാംകൂർ സർവകലാശാലയാണ് 1957 നിയമത്തിലൂടെ കേരള സർവകലാശാലയായത്. രാജഭരണകാലത്ത് രാജാവായിരുന്നു സർവകലാശാലയുടെ ചാൻസലർ. 1968 നിലവിൽ വന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ ചാൻസലർ പദവി ഗവർണർക്കായിരുന്നു. പിന്നീട് രൂപവൽക്കരിച്ച നിയമ സർവകലാശാല ഒഴികെ മുഴുവൻ സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണർ തന്നെയായി. നുവാൽസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചാൻസലർ. നിലവിൽ 14 സംസ്ഥാന സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറാണ്.
കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നേതൃത്വം നൽകിയ സർക്കാരാണ് സർവകലാശാല ചാൻസലർ പദവിയിലേക്ക് ഗവർണറെ കൊണ്ടുവന്നതെങ്കിൽ അതേ പ്രത്യയശാസ്ത്രക്കാരനായ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ 6.5 പതിറ്റാണ്ടിന് ശേഷം ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കാനുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള സർവകലാശാല തർക്കം ഇപ്പോഴും സജീവമാണ്. ഇതിന്റെ ഭാഗമായ കരിങ്കൊടി പ്രകടനം ഇന്നും നടക്കുന്നുണ്ട്. ഇതിന് തുടർച്ചയായാണ് ടിക്കറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ നടത്താൻ പണമില്ലാത്ത സർക്കാർ ഗവർണർക്ക് യാത്രാപ്പടി നൽകിയില്ലെങ്കിലും കേരളത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് പിണറായിക്കറിയാം. നന്ദി.